ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് റവ കൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. ഈ ഒരു സ്നാക്ക് റെഡിയാക്കാനായിട്ട് മെയിനായിട്ട് റവ മാത്രം മതി. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്കിലേക്ക് ഞാൻ ആദ്യം കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് 1.25 കപ്പ് വെള്ളം ഒരു കടായിലേക്ക് ചേർത്തിട്ടൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1.5 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. കശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. നമ്മുടെ സ്നാക്കിന് നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് ചേർത്തിട്ടുള്ളത്. നിർബന്ധമൊന്നുമില്ല, മുളക് പൊടി ഇല്ലാതെ നമുക്കിത് ഉണ്ടാക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ചേർക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. എന്നിട്ടെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം. വെള്ളം തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. റവ വറുത്തതോ വറുക്കാത്തതോ എടുക്കാം കേട്ടോ. റവ ചേർത്തിട്ട് ചെറിയ തീയിലേക്ക് മാറ്റിയിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. എന്നിട്ട് ഈ വെള്ളമൊക്കെ റവ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തന്നെ ഏകദേശം ഒരു 1/4 ഭാഗത്തോളം ഈ റവ വെന്തിട്ടുണ്ടാവും. ഇനി ഇത് തണുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഇതിൽ നിന്നും ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് ഞാൻ മാറ്റുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി മാറ്റാം. അപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസാണ് ഞാൻ റെഡിയാക്കിയിട്ടുള്ളത്. കുഴച്ചെടുക്കൊന്നും വേണ്ട കേട്ടോ, നേരിട്ട് ഓരോ പിടി എടുത്തിട്ട് ഉരുട്ടിയെടുത്താൽ മതി. എന്നിട്ട് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ടിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. ഒരുപാട് ഇൻഗ്രീഡിയൻസും വേണ്ട. കുട്ടികൾക്കൊക്കെ വൈകുന്നേരം ചായക്കടി എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. പുറത്ത് നല്ല ക്രിസ്പി ആയിട്ട് അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ട്രൈ ചെയ്ത് നോക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കറിവേപ്പില, പച്ചമുളക് അങ്ങനെയൊക്കെ ചേർക്കാം. ഇതിപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു വേർഷനാണ് കേട്ടോ.